കുമ്പളങ്ങിയിൽ വരുന്നവർ പലരും മിസ്സാക്കുന്ന ഒരു അടിപൊളി സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പലരും കുമ്പളങ്ങിയുടെ റീൽസ് കാണുമ്പോൾ ഡ്രോൺ ക്യാമറ കൂടി ഈ ഒരു ഷോട്ട് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ സ്പോട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല, പക്ഷേ ഇതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഇത് കാണാൻ പറ്റും. നമ്മൾ നോർമലി കുമ്പളങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരെ നിന്നാണ് ഇത് കാണുന്നത്. അത് കുറച്ചുകൂടി അടുത്ത് നിന്ന് നമുക്കിത് കാണാൻ വേണ്ടി ഒരു വഴിയുണ്ട്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് കുമ്പളങ്ങിക്കും കണ്ണമാലിക്കും ഇടക്കാണ്. കൂടുതൽ ആൾക്കാരും കുമ്പളങ്ങി വന്നിട്ട് രണ്ട് സൈഡിലും വെള്ള റോട്ടിൽ കൂടി വെറുതെ വണ്ടി ഓടിച്ച് അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പക്ഷെ വരുന്നവർ പലരും മിസ്സാക്കുന്ന പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. രണ്ട് സൈഡും വെള്ളവും അതുപോലെ നടുക്കൂടി ഒരു വരമ്പും അതിൽ തന്നെ കുറേ തെങ്ങുകൾ നിൽക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോണിൽ കൂടി കാണുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ കുറച്ചുകൂടി അടുത്ത് നിന്നുള്ളൊരു വിഷ്വൽ കിട്ടും. ഇത് പണ്ട് കാലത്ത് നെല്ലുകളും മറ്റേ ശേഖരിച്ചിരുന്ന ഒരു കളമായിരുന്നു. ഇവിടെ കൃഷി ഉണ്ടായിരുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം കൃഷിയൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുവാണ്. ഇതുപോലെ ഈ കായലിൽ നിന്ന് തന്നെ ചെളിയൊക്കെ വെട്ടി കയറ്റിയിട്ടാണ് ഇതുപോലത്തെ വരമ്പുകളൊക്കെ ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ ഇതുപോലെ കെട്ടി നിർത്തും, പിന്നെ താരതമ്യേന കുറച്ച് കളയുമ്പോൾ അത് ഉണങ്ങി നല്ല ഉറപ്പായിട്ട് വരും. ഈ ഒരു സ്പോട്ടിൽ വന്നിരിക്കുമ്പോൾ ഈ ഒരു ആംബിയൻസ്, ഇവിടുത്തെ കാറ്റുമൊക്കെ ഇവിടെ ഒന്ന് അനുഭവിച്ച് തന്നെ അറിയണം. അങ്ങ് ദൂരെയായിട്ട് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ദൂരെ കാണുന്ന വണ്ടി പോകുന്ന റോഡെന്ന് പറയുന്നത് കണ്ണമാലി പള്ളിയുടെ അവിടെ നിന്ന് കണ്ടക്കടവിലേക്കൊക്കെ വരുന്ന റോഡാണ്. കണ്ണമാലി പള്ളിയിൽ നിന്ന് കണ്ടക്കടവിലേക്ക് വരുമ്പോൾ ഒരു പാലമുണ്ട്. ആ പാലം ഇറങ്ങി നേരെ ഇടത്തേക്കൊരു വഴി കാണാം. അതിലേ വന്നാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അല്ലെന്നാണെങ്കിൽ ആ ദൂരെ കാണുന്ന പള്ളി കുമ്പളങ്ങിയിലെ ആഞ്ഞിലിത്തറയിലുള്ള പള്ളിയാണ്. ആ പള്ളിയുടെ അവിടെ നിന്ന് നമുക്ക് നടന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. കാറുകളൊക്കെ വരുവാണെങ്കിൽ പള്ളിയുടെ അപ്പുറത്ത് വരെ വരുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരേണ്ടി വരും. അപ്പോൾ ഇനി നിങ്ങൾ കുമ്പളങ്ങിയിൽ വരുമ്പോൾ ഈ ഒരു സ്പോട്ടിൽ വരാൻ വേണ്ടി മറക്കണ്ട.